ആ വിശിഷ്ട ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്ന പുതിയ പേജ് താനിയെ കൊണ്ട് വായിപ്പിക്കുമ്പോഴാകട്ടെ അതിൽ പറയുന്നത് ഫിഫ്ത്ത് എലമെന്റിന്റെ വരവോടുകൂടി എനർജി ബാലൻസ് മൊത്തത്തിൽ ചേഞ്ച് ആകുമെന്നോ അങ്ങനെ എന്തോ ആണ്. എന്താണെന്ന് കൃത്യമായി അവൾക്ക് ഉറപ്പില്ല. 5 നക്ഷത്രങ്ങളും ഒരേപോലെ വരിയായി നിന്നാൽ മാത്രമേ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിനായി ഒരു പുതിയ പേജ് തന്നെ ബുക്കിൽ രൂപപ്പെടുന്ന എന്തിനാണെന്നാണ് കാർത്തിക് ഉറ്റുനോക്കുന്നത്. ഇതിന് പിന്നിൽ എന്തോ മുന്നറിയിപ്പോ പ്രയോജനമോ ഉണ്ടാകാമെന്നും അത് നമ്മൾ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് വീണ്ടും അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം ക്യാമ്പസ് കാഴ്ചയിലും കുട്ടികൾ തമ്മിലുള്ള ചേർച്ചക്കുറവിൽ മാറ്റമൊന്നുമില്ല. പോരത്തതിന് ഇത്രയും നാൾ ഒറ്റക്കെട്ടായിരുന്ന കായും ബേലയും വരെ ഇപ്പോൾ അകന്നു നിൽക്കുന്ന അവസ്ഥ. അങ്ങനെയിരിക്കെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് മീറ്റിംഗ് നടക്കുന്നു. അതെന്തെന്നാൽ ക്യാമ്പസിന്റെ പുതിയ ഡീനായി ചുമതലയേൽക്കുന്ന താനു. മുമ്പ് അവർക്ക് വന്ന ഫോൺ കോൾ ഈ ഓഫറായിരുന്നു. ഒരു നല്ല നിമിഷമാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോയെന്ന് ബേല താനിയോടായി സംശയം പ്രകടിപ്പിക്കുന്നു. ക്യാമ്പസിലേക്ക് ഡൊണേഷൻ നടത്താൻ ഒരാൾ വൈകുന്നേരം വരുമെന്നും അയാളെ നല്ലോണം ഡീൽ ചെയ്യാനും താനുവിനെ ഏൽപ്പിക്കുമ്പോൾ താനു എന്തുകൊണ്ട് സ്വന്തം സഹോദരിയെ പോലെ ഉണ്ടായിട്ടും താനിയെ താപുവാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് ബേലയുടെ മറ്റു സംശയം. ഇനി ഇതും രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളി എങ്ങനെയാണോ? അല്ല, ടീനേജ് കാലത്തുണ്ടായിരുന്നിരുന്നും മാക്സിമം സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പിടികിട്ടാൻ സാധ്യതയില്ല എന്ന് താനിയും. അങ്ങനെ വൈകിട്ട് വീട്ടിൽ ബഗ്ഗു ബേലയും മൊത്ത് കാർത്തികിന്റെ റിസർച്ച് റൂം ക്ലീൻ ചെയ്യാൻ നിൽക്കെ ആസ്മയുടെ മെസ്സേജ്. ഇന്ന് വൈകിട്ട് മുതൽ ട്രെയിനിങ് ആരംഭിക്കാൻ പോവാണ്. ബേല ആ ഗ്രന്ഥം കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കെ ക്യാമ്പസിൽ ഇതേ സമയം ഡൊണേഷനെ എത്തുന്നതോ സിദ്ധം. അനങ്ങാതെ നിൽക്കുന്ന ബേലയുടെ അടുത്തേക്ക് എത്തുന്ന ബഗ്ഗു കാണുന്നത് ആ ഗ്രന്ഥത്തിലെ ലിപികൾ വായിക്കുന്ന ബേലയെ. 5 ശക്തികളും ഒരുമിക്കുമ്പോൾ സർവ്വനാശത്തെ നേരിടാനുള്ള സമയമെത്തും. ബലി നടത്തിയ സൃഷ്ടാവിന്റെ മകൻ പ്രതികാരത്തിനായി വീണ്ടും അവതരിക്കും. നാശത്തിന് കാരണമായ ആ പവറിനെ രക്ഷിക്കുന്നിടത്ത് എല്ലാത്തിൻ്റെയും അവസാനവും. ബുക്കിൽ എഴുതിയിട്ടുള്ള ഈ വാചകം വായിക്കുന്നത് കാണുന്ന കാർത്തികിനും അത്ഭുതം. ഇതെങ്ങനെ വായിക്കാൻ കഴിഞ്ഞുവെന്നും അവൾക്കറിയില്ല. പഞ്ചഗിരിയിൽ നിന്നും മാറി ഉള്ളിലായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തി ആസ്മ ട്രെയിനിങ്ങിനായി വിളിച്ചു വരുത്തുമ്പോൾ ബേല ബുക്ക് വായിച്ച കാര്യം ചർച്ചയാവുന്നു. പോരാത്തതിന് സിദ്ധിന് ജാമ്യം കിട്ടി ക്യാമ്പസിൽ വന്നതിനെക്കുറിച്ചുള്ള താനുവിൻ്റെ അപ്ഡേറ്റും. സിദ്ധ് അയാളുടെ പിടിപാട് വെച്ച് ആസ്മയ്ക്ക് സസ്പെൻഷൻ വരെ കൊടുത്തു. എന്നാൽ പാവം മഹാനെ പുറത്തിറക്കാൻ അയാൾ ഒന്നും ചെയ്തതുമില്ല. എന്തായാലും സിദ്ധ് അപകടകാരിയാണ്, പക്ഷേ വിന്നല്ല. നമ്മുടെ മുന്നിൽ ഇനി പാഴാക്കാൻ സമയം ഒട്ടുമില്ലെന്നങ്ങനെ പരസ്പരം പവേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി തുടങ്ങുവാണ്. മറ്റൊരു സമയം ആസ്മയുടെ പങ്കുവയ്ക്കുന്ന കാർത്തികിനെ കണ്ടെത്തലിൽ രൺവീറിന്റെയും ബഗ്ഗുവിന്റെയും പവേഴ്സ് ഒരുമിച്ചാൽ ഒരു കൊടുങ്കാറ്റ് തന്നെ പുറപ്പെടുവിക്കാനാവും. അലിയുടെയും ബേലയുടെയും ചേർന്നാൽ അഗ്നിപർവ്വതവും. പക്ഷെ എന്തു ചെയ്യാൻ, പരസ്പരം കണ്ടാൽ ഒരു സ്നേഹബന്ധവുമില്ലാതെ നടക്കുവാണല്ല. സിദ്ധ് എത്തിയിട്ടുള്ളത് ഡൊണേഷൻ എന്ന പേരിലാണേലും അയാളുടെ കെയർ ഓഫിൽ മറ്റൊരാൾ എത്തുകയാണ്, പായൽ ചൗഹാൻ. ഇവരുടെ ഉദ്ദേശം സംഭാവനയൊന്നുമല്ല, ക്യാമ്പസിനെ മൊത്തമായി വിലയ്ക്ക് വാങ്ങാൻ. അതേക്കുറിച്ച് ആലോചിക്കുമെന്ന് പറയുന്ന താനുവിനെ എന്നാൽ നന്നായി അറിയാം പായലിനെ. നിങ്ങളുടെ ജൂനിയർ ആയതെന്ന് പറഞ്ഞു പോകുന്നെങ്കിലും താനുവിന് മനസ്സിലാകുന്നില്ല. എന്നാൽ അവരുടെ കയ്യിലെ ആ പാടുകൾ കണ്ട് താനുവിന് ചില ഓർമ്മകൾ വരികയാണ്. ഇതേപ്പറ്റി ആസ്മയോട് പറയുന്നെങ്കിലും ഇങ്ങനൊരു പേരിൽ ഒരു ജൂനിയറും ഉണ്ടായിട്ടില്ല, റെക്കോർഡ്സിലൊന്നുമില്ല. പായൽ സിദ്ധിൻ്റെ ഒരു കരുവാണെങ്കിലും അയാളേക്കാൾ തന്ത്രശാലിയാണ്. ക്രിസ്റ്റൽ കൈവിട്ടു പോയതിന് സിദ്ധിനെ ശകാരിക്കുന്ന അവർ നേരിട്ടിറങ്ങി അഹാനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഉദ്ദേശം വേറെയാണ്. അടുത്ത ദിവസം പായലുമായുള്ള മീറ്റിംഗിൽ താനു ആസ്മയെ രഹസ്യമായി കോൾ ചെയ്ത് ഇരുവരുമായുള്ള കോൺവെർസേഷൻ കേൾപ്പിക്കുന്നെങ്കിലും താനുവിന് അവിടെ വെച്ചുണ്ടാകുന്ന അമ്പരപ്പ് സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോൾ. പണ്ട് അവിടെ വെച്ച് നടന്ന ഒരു അപകടത്തെപ്പറ്റി പായൽ പങ്കുവയ്ക്കുകയും അതായിരുന്നു തൻ്റെ ഏറ്റവും മോശം ദിനമെന്ന് പറഞ്ഞങ്ങനെ പോകുന്നു. ആ അപകടം നടന്നൊരു സത്യവും. ബേലയാകട്ടെ താവു പഞ്ചഗിരി വിട്ടതെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ കരുണോട് സഹായം ചോദിക്കുന്നത് വഴി അവൻ ക്യാമ്പസ് റെക്കോർഡ്സിൽ നിന്നും കണ്ടെത്തുന്നത് ക്ലാസ് ടോപ്പർ ആയിരുന്നിട്ട് കൂടി ഫൈനൽ ഇയർ എക്സാമിന് മുന്നേ തന്നെ ഒരു ഫംഗ്ഷന് ശേഷമാണ് പഞ്ചഗിരിയിൽ നിന്നും പോയിട്ടുള്ളത്. ക്യാമ്പസ് വിൽക്കാൻ പോകുന്നറിഞ്ഞ് കായ് കുറേ പേരെ കൂട്ടി അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ താനുവിനും യോജിപ്പ് തോന്നി ബോർഡിനോട് സംസാരിക്കുന്നെങ്കിലും അവർ ക്യാമ്പസിന്റെ നല്ല ഭാവിക്കായി ഭീമൻ തുക തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് വിൽക്കാൻ തന്നെയുള്ള നിലപാടിലാണ്. അഹാൻ വീണ്ടും ക്യാമ്പസിലേക്ക് എത്തുന്നത് കാണുന്ന ബേലയ്ക്കും കൂട്ടർക്കും അതിശയത്തിലുപരി ദേഷ്യവും. മേലാൽ ഇവിടെ കണ്ടുപോരുന്ന വാണിംഗ് കൊടുക്കുന്നതിലും അവൻ എന്തൊക്കെയായാലും ക്യാമ്പസ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ തന്നെ കാണും. ഇനി വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ്, അതധികം വൈകാതെ തന്നെ നിങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ അത് പായലിനെ കുറിച്ച് തന്നെയാണ്. ഇവർക്കെതിരെ നിന്ന് കായും മറ്റ് സ്റ്റുഡൻസും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതറിഞ്ഞ് ബേലയും കൂട്ടരും ചെല്ലുമ്പോൾ അവരെ ആദ്യമായി കാണുകയാണ്. കായ്ക്ക് പ്രൊട്ടസ്റ്റിന്റെ പേരിൽ സസ്പെൻഷനും. അഹാൻ കിട്ടുന്ന തക്കത്തിന് അടീബയെ പിടിച്ച് അലിക്ക് ഇപ്പോഴും ബഗ്ഗുവിനോടാണ് ഫീലിംഗ് എന്നും അത് തകർക്കാൻ വഴിയുണ്ട്, സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ വരുതിയിലാക്കി എടുക്കുന്നു. രൺവീർ കണ്ടെത്തുന്ന മറ്റൊരു വിവരം, മുമ്പ് താവുവിന്റെ പഞ്ചഗിരിയിലെ അവസാന രാത്രിയിൽ കോളേജിൽ ഒരു പ്രോം ഫംഗ്ഷൻ നടന്നിരുന്നു. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ക്യാമ്പസിൽ നടക്കാൻ പോകുന്ന അതേപോലത്തെ ഫംഗ്ഷൻ. അന്ന് കെമിസ്ട്രി ലാബിൽ അസാധാരണമായി തീ പടർന്നു പിടിച്ചത് ഒരു വലിയ സംഭവമായിരുന്നു. അതിന് കാരണം അന്നത്തെ ഫയർ പവറായിരുന്ന ആസ്മയാണോ എന്ന് സംശയമുണ്ട്. ആസ്മയാകട്ടെ നിലവിൽ പായലിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കതിൽ കിട്ടുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒന്നും. ഇക്കാര്യം താനുവിനെയും അറിയിച്ച് കാർത്തികിനടുത്തേക്ക് എത്തുവാണ്. പായൽ ചൗഹാൻ അത് മറ്റാരുമല്ല, പൂനം ശർമ്മയാണ്. 23 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവത്തിൽ മരണപ്പെട്ട പൂനം ശർമ്മ എങ്ങനെ തിരിച്ചു വരുമെന്ന് കാർത്തിക് ഇത് തള്ളിക്കളയുന്നെങ്കിലും ആസ്മ കട്ടുന്ന മറ്റു ചില ഡീറ്റെയിൽസ്, അവളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും പോലീസ് റിപ്പോർട്ട്സും.
റിപ്പോർട്ടിൽ മരിച്ച 2ാം ദിവസം മോർച്ചറിൽ നിന്നും ആരോ ബോഡി മോഷ്ടിച്ചതായുമുണ്ട്. താനും ആകട്ടെ ഈ പായൽ എന്നുള്ളത് പൂനം മിശ്ര തന്നെയാണെന്ന് ഉറപ്പാണെന്നും അവളാണ് കോളേജിൽ മേടിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. വരുന്ന 18-ന്, അതായത് പ്രോം നൈറ്റ് ഫംഗ്ഷന്റെ അന്ന് ഡീൽ ക്ലോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും പറയുന്നത് കേട്ട് കാർത്തിക്കിന് പായലും 18ഉം ഡാർക്ക്നെസ്സും എല്ലാം കൂട്ടിച്ചേർത്ത് ഇതായിരിക്കണം ഒരുപക്ഷെ കുട്ടികൾ ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ഒരു ഡാർക്ക് പവർ എന്ന അനുമാനത്തിലെത്തുന്നു. ഇതേപ്പറ്റി കുട്ടികളെ ഉടൻ അറിയിക്കണമെന്ന് ആസ്മ നിൽക്കുമ്പോൾ എന്നാൽ അത് ശരിയാവില്ലെന്ന് താനുവും. പൂനം മിശ്രയെക്കുറിച്ച് പറയേണ്ടി വന്നാൽ 23 വർഷങ്ങൾക്ക് മുമ്പ് താബുവും താനും സെപ്പറേറ്റ് ആവേണ്ടി വന്ന സംഭവങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തേണ്ടി വരും. ആ സത്യം ആരും അറിയാൻ പാടില്ല. ഒടുവിൽ കുട്ടികളോട് പായൽ ചൗഹാൻ മരണപ്പെട്ടതാണെന്നും അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു നിഗൂഢതയാണെന്നും ധരിപ്പിക്കുന്നു. മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന സംഭവം ലൈഫ് എലമെൻ്റായ കയ്യിൽ മാത്രമാണ് നടന്നിരിക്കുന്നതായി നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ പായൽ ചൗഹാൻ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിൽ ഒരാളെ മാത്രമേ സംശയിക്കാനുള്ളൂ, മുമ്പ് പറഞ്ഞ സൃഷ്ടാവിൻ്റെ മകനായ വിൻ. വരുന്ന പ്രോം നൈറ്റിന് വിന്നുമായുള്ള പോരാട്ടത്തിന് തയ്യാറാവണമെന്നും അതിനാൽ പവേഴ്സ് എല്ലാം മാക്സിമം കൺട്രോൾ എത്തണമെന്ന് കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നു. എന്നാൽ പായൽ ചൗഹാന്റെ പിന്നിലെ രഹസ്യം ബേല കണ്ടുപിടിക്കാൻ ഇടയാകുന്നു. എങ്ങനെയെന്നാൽ കരണ കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി താബു പഞ്ചകരിൽ നിന്ന് പോയതും പ്രോം നൈറ്റ് നടന്നതുമായ ആ രാത്രിയിൽ ക്യാമ്പസിലെ ഒരു സ്റ്റുഡൻറ്റിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ആ കുട്ടി അടുത്ത ദിവസം തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. മരിച്ച കുട്ടിയുടെ പേര് പൂനം മിശ്ര. അന്ന് താബുവിനേക്കാൾ 1 വയസ്സ് ചെറുപ്പം. ഈ പൂനം തന്നെയാണ് പായലെന്നറിയുന്നത് അന്നത്തെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയിൽ നിന്ന്. അതിൽ കൈക്ക് പിന്നിലെ 3 മറുകിൻ്റെ വിവരം കണ്ടവൾക്ക് ഓർമ്മ വരുന്നത് ഇതേ ദിവസം മുമ്പ് നടന്ന കായുടെ സസ്പെൻഷൻ സിറ്റുവേഷൻ. അവിടെ വെച്ചവൾ പായലിൻ്റെ കയ്യിലെ സെയിം മാർക്സ് കണ്ടതോടെ ഉറപ്പിക്കുവാണ്. അപ്പോൾ ആസ്മ മരിച്ചെന്ന് പറഞ്ഞ പായൽ അത് പൂനമാണെന്ന്. താനിയ്ക്കൊപ്പം താമസം മാറുന്ന ബേല തൻ്റെ മമ്മിയുമൊത്ത് ചില ചില്ല് മൊമെൻറ്റ്സും വീട്ടിലെ പോലെ പേപ്പർ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് നല്ല മൂഡിലെത്തവേ താബുവിൻ്റെ പഴയ കോളേജ് ലൈഫിനെ കുറിച്ച് എടുത്തുവിടുകയാണ്. പൂനം മിശ്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നെങ്കിലും താനിയ ഒന്നും വിട്ടുപറയാൻ നിൽക്കുന്നു. ഒടുവിൽ ബേല അന്നത്തെ ഫംഗ്ഷൻ നൈറ്റിൽ ലാബിൽ തീ കത്തിപ്പിടിച്ചതും ഒരു കുട്ടി മരിച്ചതെ പറ്റിയുമൊക്കെ കുത്തി ചോദിക്കുന്നതിനൊടുവിൽ താനിയ ഞാനല്ല, താനുമാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞ് നിർത്തിക്കുന്നു. താനുവിൻ്റെ അടുക്കലേക്ക് ഇതേ സമയം അഡീബ എത്തുന്നത് അഹാന്റെ ബുദ്ധിയിൽ. പ്രോം നൈറ്റിന് ക്യാമ്പസ് ഓൺ ചെയ്യാൻ പോകുന്ന പായൽ ചൗഹാനെ ക്ഷണിച്ചാൽ അവർക്ക് കുട്ടികളുമായി ഒരു ടേംസിൽ എത്താമെന്ന് റിക്വസ്റ്റുമായി എത്തുന്നെങ്കിലും താനുവിന് അത് അപ്രൂവ് ചെയ്യാനാകില്ല. എന്നാൽ ഇത് കേൾക്കുന്ന പായലാകട്ടെ അതൊരു നല്ല ബുദ്ധിയാണെന്നും ഇനിയിപ്പോൾ വിളിച്ചാലും ഇല്ലെങ്കിലും പരിപാടിക്ക് കാണുമെന്നും പറഞ്ഞു പോകുന്നു. ട്രെയിനിങ് ടൈമിൽ ഇപ്പോൾ ഒരുമിച്ച് പവർ യൂസ് ചെയ്ത് കൊടുങ്കാറ്റും സയൻസ് സ്റ്റോമൊക്കെ ഉണ്ടാക്കാനുള്ള പരിശീലനമാണ്. എന്നാൽ പരസ്പരം ഒത്തുപോകാത്തതിൻ്റെ പ്രശ്നം എപ്പോഴുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ വെച്ച് താനിയെ ഉണ്ടാക്കിയ പേപ്പർ ടോയ് കാണുന്നതോടെ അവിടെ ആ വലിയ സത്യം എല്ലാവർക്കും മുന്നിലായി റിവീൽ ആവുകയാണ്. താനു അതെടുത്ത് വന്നിട്ട് പണ്ട് താബു ഉണ്ടാക്കിയിരുന്ന പേപ്പർ ടോയ് ആയിരുന്നു ഇതെന്നും ഇപ്പോൾ ആരാണിത് ഉണ്ടാക്കിയെന്ന് ചോദിക്കവേ ഞാനാണെന്ന് താനി പരിങ്ങി പറയുന്നതോടെ സകല രഹസ്യങ്ങളും പുറത്താവുന്നു. താനിയിൽ മുമ്പ് കണ്ട ചില വ്യത്യസ്തതകളും എവിടെയോ കണ്ടപ്പോഴുള്ള മുഖഭാവത്തിനും കാരണം ഇത് താബു ആണ്. ഇത്രയും നാൾ താനിയായി കാർത്തികിനൊപ്പം ഉണ്ടായിരുന്നത് താബു ആണെന്നുള്ള സത്യം എല്ലാവരും അറിയുകയാണ്.